സ്റ്റഡിക്ക് വേണ്ടിയിട്ട് നോക്കുമ്പോൾ എല്ലാവരും നോക്കുന്നത് UK, പിന്നെ കാനഡ, ജർമ്മനി, പിന്നെ അങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങളൊക്കെയാണ്, ആസ്ട്രിയൊക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത്. പക്ഷേ കൂടുതൽ ആളുകൾ, നിങ്ങൾ മനസ്സിലാക്കാത്ത കാര്യം, കൂടുതൽ ആളുകൾ സ്റ്റഡിക്ക് വേണ്ടിയിട്ട് വരുന്നത് പോളണ്ട്, പിന്നെ ലിത്വാനിയ, ഹംഗറി, ക്രൊയേഷ്യ ഇങ്ങനെയുള്ള രാജ്യങ്ങളായിരിക്കും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു കാര്യം കുറവാണ്. ഓക്കെ, ഈ ജർമ്മനിയും ആസ്ട്രിയ എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല രീതിയിൽ കോസ്റ്റുള്ള രാജ്യമാണ്. അപ്പോൾ നമ്മളൊരു രാജ്യത്ത് പഠിക്കാൻ പോകുമ്പോൾ നമ്മൾ അറ്റ്ലീസ്റ്റ് അവിടുത്തെ ലിവിങ് എക്സ്പെൻസ് എത്രയാകും, അവിടെ ചിലവ് എത്രയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളും കൂടി അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ ഒരു രാജ്യം ചൂസ് ചെയ്യാവൂ. ഈ യൂണിവേഴ്സിറ്റീസിലൊക്കെ നിങ്ങൾ കയറുന്ന സമയത്ത് അവിടുത്തെ ഫീസ് എത്രത്തോളം ആകും, പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യങ്ങളും ചിലപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ല. അവിടുത്തെ ഒരു വർഷം നിങ്ങൾ അടയ്ക്കേണ്ട ഫീസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വലിയ എമൗണ്ട് ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് അക്കോമഡേഷൻ നിങ്ങൾക്ക് വേണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചിലവുകൾ. പിന്നെ മെയിനായിട്ട് നിങ്ങൾ നോക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ കറൻസി, അവിടെ യൂറോ ആണോ എന്ന് നിങ്ങൾ നോക്കുക. കാരണം പല രാജ്യത്തും യൂറോ ആണ്. ലിവിങ് എക്സ്പെൻസ് എന്ന് പറയുന്ന ഒരു പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ സെൽഫാണ്, നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകുന്നൊരു എമൗണ്ടാണ്. ഓക്കെ, അത് നിങ്ങൾ അത് ചെയ്തേ പറ്റൂ. അതായത് നിങ്ങൾക്ക് ഫുഡ് കഴിക്കണം, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് അതിനുള്ള സാധനങ്ങൾ വാങ്ങണം. ഡ്രസ്സാണെങ്കിൽ അങ്ങനെ ഡ്രസ്സുകൾ വാങ്ങണം. പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും, മൊബൈൽ റീചാർജ് ആയിക്കോട്ടെ, എല്ലാം നിങ്ങൾ സെൽഫായിട്ട് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോകുമ്പോൾ അവിടെ പാർട്ട് ടൈം വർക്ക് നിങ്ങൾക്ക് കിട്ടും എന്ന് ഉറപ്പ് വരുത്തണം. ഓക്കെ, അങ്ങനെ ഉള്ളൊരു രാജ്യം മാത്രമേ നിങ്ങൾ ചൂസ് ചെയ്യാവൂ. അല്ലാതുള്ളൊരു രാജ്യത്ത് നിങ്ങൾ പോവുകയാണെന്നുണ്ടെങ്കിൽ പോകാം, അതിനൊന്നും ഒരു പ്രശ്നമില്ല, പോകാം. പക്ഷേ അത്രത്തോളം ക്യാഷ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ മാത്രമേ പോകാൻ നിൽക്കാവൂ, അല്ലെങ്കിൽ നിങ്ങൾ പെട്ടുപോകും. ഒരുപാട് സ്റ്റുഡൻസ് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പല രാജ്യത്ത് നിന്ന്. ഈ പറയുന്ന പോലെ ഗ്രീസ്, ന്യൂസിലാൻഡൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് സ്റ്റഡി മാത്രമേ നടക്കുന്നുള്ളൂ, ഒരു പാർട്ട് ടൈം ആയിട്ടൊരു വർക്ക് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പല രാജ്യത്തും വർക്കുകൾ ചെയ്യാനുള്ള ഒരു ഇത് കിട്ടുന്നില്ല. കാരണം കമ്പനികളൊന്നും വർക്ക് കൊടുക്കത്തില്ല, കാരണം സ്റ്റുഡൻസ് ആണ്, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഉണ്ട്. പിന്നെ അവർക്ക് ക്ലാസ് വിട്ടിട്ട് വർക്ക് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല, വർക്കിന് പോകാനുള്ള സാഹചര്യം ഉണ്ടാകുന്നില്ല. അങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. പിന്നെ അതുപോലെ തന്നെ അവർക്ക് പോകണം, ലിവിങ് എക്സ്പെൻസ് ഭയങ്കര കൂടുതലാണ്. കാരണം നമ്മുടെ കയ്യിൽ നിന്നാണ്, സെൽഫായിട്ട് നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ടായിരുന്നു. നമുക്കിവിടെ ജോലി ചെയ്യാനായിട്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. നമുക്ക് പാർട്ട് ടൈം ആയിട്ടും അതുപോലെ തന്നെ ഫുൾ ടൈം ആയിട്ടും ഒക്കെ നമുക്ക് ഒരുപാട് രീതിയിലുള്ള വർക്ക് ചെയ്യാൻ പറ്റും. അതിനിവിടെ ഒരു റൂൾസും ഇല്ല, നമുക്ക് എത്ര വേണമെങ്കിലും നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കയറി വന്ന്, അതായത് വർക്ക് വിസ ഇങ്കാട്ടി പ്രൊസീജിയർ കുറവാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസ എന്ന് പറയുമ്പോൾ. കാരണം അവർക്ക് പ്രത്യേകിച്ചുള്ള കാര്യങ്ങളൊന്നുമില്ല. നല്ലൊരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക, അവിടുത്തെ ട്യൂഷൻ ഫീസ് അടയ്ക്കുക, നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സൊക്കെ അവിടെ സബ്മിറ്റ് ചെയ്യുക. ഇതെല്ലാം നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ഏജൻസിയെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരു ഏജൻസി ആയിരിക്കും നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്തു തരുന്നത്. ഫാസ്റ്റായിട്ടുള്ള പ്രൊസീജിയറാണ് ഈ ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക്. ഒരുപാട് ആൾക്കാർ പോളണ്ടിൽ വരുന്നുണ്ട്, ശരിയാണ്. പക്ഷേ അവരൊക്കെ വരുന്നത് സ്റ്റുഡൻറ്റ് വിസയിലാണ്. ഓക്കെ, ഇപ്പം ഞാൻ വർക്ക് ചെയ്ത എൻ്റെ കൂടെയൊക്കെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടായിരുന്നു. അവരൊക്കെ സ്റ്റുഡൻറ്റ് വിസയിൽ വന്ന ആളുകളാണ്. പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ CV-യും നിങ്ങൾ പഠിച്ച കോഴ്സിൻ്റെ ഡീറ്റെയിൽസും, അതായത് നിങ്ങൾ ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രി, അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് അത് കൊടുത്ത് അതിൻ്റെ നിങ്ങളുടെ മാർക്കും പെർസെൻറ്റേജ് മാർക്കും എല്ലാം നോക്കിയിട്ടാണ് ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിച്ച് അത് അപ്ലൈ ചെയ്യുന്നത്. സ്റ്റുഡൻസിന് ഇവിടെ പോളണ്ട് വിസയിൽ വരുവാണെങ്കിൽ അവർക്ക് TRCയുടെ കാര്യങ്ങളും വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റും. കാരണം ഓൾറെഡി പോളണ്ട് വിസയാണ്, ആ വിസ വെച്ച് നിങ്ങൾക്ക് TRCക്ക് അപ്ലൈ ചെയ്യാൻ കഴിയും. യെല്ലോ കാർഡ് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കിട്ടി നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു വേയിലൂടെ തന്നെ പോകാൻ കഴിയും. പോളണ്ടിൽ ഏറ്റവും എളുപ്പം വരാൻ പറ്റുന്നത് സ്റ്റുഡൻറ്റ് വിസയിൽ തന്നെയാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 6 മാസമാണ് ഇതിൻ്റെ ഒരു ടൈം എന്ന് പറയുന്നത്, ടൈം പീരീഡാണ്. അല്ലെങ്കിൽ നമ്മൾ ഈ വർക്ക് വിസ ആകുമ്പോൾ അത് ചിലപ്പോൾ 1 വർഷം വരെയൊക്കെ നീണ്ടുപോകുക. അതായത് വർക്ക് പെർമിറ്റ്, നിങ്ങൾക്കൊരു കമ്പനി വർക്ക് പെർമിറ്റ് അടിക്കണം, ആ ഒരു വർക്ക് പെർമിറ്റ് അടിക്കണം, അതിൻ്റെ പേപ്പേഴ്സൊക്കെ ഒരുപാടുണ്ട്, അതെല്ലാം സബ്മിറ്റ് ചെയ്ത് വരുമ്പോൾ ഒരു സമയമാണ്. പക്ഷേ സ്റ്റുഡൻറ്റ് വിസയിലെന്ന് പറയുമ്പോൾ നേരെ തിരിച്ചാണ്. അതായത് ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക, അത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങളുടെ പേപ്പറും നിങ്ങളുടെ CV-യും നിങ്ങളുടെ സർട്ടിഫിക്കറ്റ്സും എല്ലാം കൊടുത്ത് ആ യൂണിവേഴ്സിറ്റിയിൽ കൊടുത്ത് അപ്ലൈ ചെയ്യുകയാണ്. ഓക്കെ, പോളണ്ടിൽ എന്ന് പറയുമ്പോൾ IELTS വേണ്ട, നമുക്ക് 50% മേളിൽ മാർക്ക് മതി. സ്റ്റുഡൻറ്റ് വിസയിൽ വരുന്നവരൊക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാൽ ആ ഒരു എത്രയും പെട്ടെന്നൊരു ഈസി വേ, അതായത് എൻട്രിക്ക് വേണ്ടിയിട്ടാണ് സ്റ്റുഡൻറ്റ് വിസ എടുക്കുന്നത് തന്നെ. അതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത്. ചെറിയ കോഴ്സുകളൊക്കെ ഉണ്ട്, അതായത് ഈ ആനിമേഷൻ കോഴ്സ്, പിന്നെ വീഡിയോ എഡിറ്റിങ്, വീഡിയോഗ്രാഫിങ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കോഴ്സുകളുണ്ട്, ചെറിയ കോഴ്സുകളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ക്ലാസ് ആയിരിക്കും. അതായത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന്, നിങ്ങളുടെ ഹോമിലിരുന്ന് നിങ്ങൾ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ മതി. അതാണ് ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ടീച്ചർ ഓൺലൈൻ ക്ലാസ്സിൽ വന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യും. നിങ്ങൾ സ്റ്റഡി നല്ല രീതിയിൽ കൊണ്ടുപോവുക,
എന്നാൽ മറ്റ് സൈഡിൽ കൂടെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാനും നല്ല രീതിയിൽ പറ്റും. അതായത് നല്ല രീതിയിലുള്ള ഒരു ഏണിങ്സ് നിങ്ങൾക്ക് ഉണ്ടാകാൻ പറ്റും. അതായത് +2 കഴിഞ്ഞവരൊക്കെ ആണെങ്കിൽ +2 കഴിഞ്ഞിട്ട് എന്തെങ്കിലും ചെറിയ കോഴ്സൊക്കെ നോക്കുന്നവർക്ക് നിങ്ങൾ പെട്ടെന്ന് തന്നെ, അതായത് ഒരു 26 വയസ്സിന് താഴെയുള്ളവർക്ക് ഈ സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടും. ഓക്കെ, സ്റ്റുഡൻറ്റ് കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മണിക്കൂറിൽ 30 സ്ലോട്ട് വരെ കിട്ടും. 30 സ്ലോട്ട് എന്ന് പറയുമ്പോൾ നാട്ടിലെ ഒരു 400 സംതിങ് അങ്ങാണ്ട് വരും ഒരു മണിക്കൂറിൽ കിട്ടുന്ന സാലറി. ഒരു ഡെയിലി, അതായത് 12 മണിക്കൂർ അല്ലെ 10 മണിക്കൂറൊക്കെ ഡെയിലി നിങ്ങൾ ഒരു ദിവസം വർക്ക് ചെയ്യുകയാണെങ്കിൽ നാട്ടിൽ ഒരു 6000 രൂപയൊക്കെ നിങ്ങൾക്ക് ഏൺ ചെയ്യാൻ പറ്റും. പോളണ്ടിൽ ഒരു നെഗറ്റീവായിട്ട് തോന്നിയത്, കാരണം പറയുമ്പോൾ നമ്മളെല്ലാം പറയണമല്ലോ, പോസിറ്റീവ് മാത്രം പറഞ്ഞിട്ട് കാര്യം, നെഗറ്റീവും പറയണം. അപ്പം നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇവിടുത്തെ കാർഡിൻ്റെ കാര്യം കുറച്ച് ലാഗാണ്. TRC കാർഡിന് കുറച്ച് സമയം എടുക്കും. അത് എപ്പോൾ കിട്ടുമെന്ന് നമുക്ക് ഒരിക്കലും ഉറപ്പ് പറയാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ ഒരു ടൈം പീരീഡ് ഉണ്ട്. ചില സിറ്റിയിൽ, അതായത് പോളണ്ടിൽ തന്നെ ചില സിറ്റികളിൽ നമ്മൾ കാർഡിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. പക്ഷേ ചില സിറ്റികളിൽ അത് ഭയങ്കര താമസമായിരിക്കും. ഓക്കെ, ഭയങ്കര ഡിലേ ആയിരിക്കും നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരാനായിട്ട്. അതായത് ഇപ്പോൾ റൊമാനിയ ഈ പോളണ്ട് വരെ കമ്പയർ ചെയ്യുമ്പോൾ റൊമാനിയ കാർഡ് കിട്ടാനൊക്കെ ഭയങ്കര ഈസി ആയിരുന്നു. റൊമാനിയ ആണെങ്കിലും ക്രൊയേഷ്യ ആണെങ്കിലും ഹംഗറി ആണെങ്കിലും എല്ലാം ഭയങ്കര ഫാസ്റ്റായിട്ട് കാർഡ് കാര്യങ്ങളൊക്കെ കിട്ടും. അതായത് ഒരാഴ്ചക്കുള്ളിൽ ഞാൻ റൊമാനിയ വന്നപ്പോൾ എനിക്ക് ഒരാഴ്ചക്കുള്ളിൽ അവിടുത്തെ TRC കാർഡ് കിട്ടി. ഒരു വർഷത്തെ TRC കാർഡ് വെറും ഒരാഴ്ച കൊണ്ട് എനിക്ക് കിട്ടി. ഓക്കെ, അങ്ങനെ ഇവിടുത്തെ കാര്യം എന്ന് വെച്ച് പറയുമ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് പ്രൊസീജിയർ ഉണ്ട്. നമ്മുടെ വർക്ക് പെർമിറ്റ്, അതായത് ഒരു കമ്പനി കണ്ടുപിടിച്ച് ആ വർക്ക് പെർമിറ്റ് കിട്ടിയതിന് ശേഷം മാത്രമേ TRCക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. TRCക്ക് അപ്ലൈ ചെയ്ത് നമുക്ക് ആദ്യമേ ബയോമെട്രിക് കിട്ടണം. ആ ബയോമെട്രിക് ഡേറ്റ് എടുത്തിട്ട് നമ്മുടെ പേപ്പറും നമ്മുടെ ഡോക്യുമെൻറ്റും എല്ലാം സബ്മിറ്റ് ചെയ്ത് അതിന് വെയിറ്റ് ചെയ്യണം. അതിന് ആ ഒരു ഡേറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. ബയോമെട്രിക് ഡേറ്റ് കഴിഞ്ഞിട്ട് പിന്നെ ഡിസിഷൻ ചിലപ്പോൾ നമ്മുടെ പേപ്പർ കാര്യങ്ങളെല്ലാം പക്കയാണെന്നുണ്ടെങ്കിൽ കാർഡ് കിട്ടും. സ്റ്റുഡൻസ് ആയിട്ട് പല ലേഡീസിനും ഒരു പേടിയുണ്ട്, ഇവിടെ വന്നു കഴിഞ്ഞാൽ സേഫ് ആണോ? പോളണ്ട് എന്ന് പറഞ്ഞാൽ അടിപൊളി സേഫ് ആയിട്ടുള്ളൊരു കൺട്രിയാണ്. ഓക്കെ, അത് ആർക്കാണെങ്കിലും, അത് ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും നല്ല സേഫ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്. അപ്പോൾ ആ കാര്യത്തിലൊന്നും ഇവിടെ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ ലാംഗ്വേജിൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. ലാംഗ്വേജ് ഇവിടെ പോളിഷ് ലാംഗ്വേജ് ആണ് കൂടുതലും ആളുകൾ സംസാരിക്കുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബേസിക്കായിട്ട് സംസാരിക്കാൻ അറിയുന്നവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റും. ഇപ്പം നമുക്കും ബേസിക് ആയിട്ടുള്ള ഇംഗ്ലീഷ് കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, ചേട്ടാ എങ്ങനെ വരാൻ പറ്റും, സ്റ്റുഡൻറ്റ് വിസയിൽ നമുക്ക് എങ്ങനെ വരാൻ പറ്റും, അതിൽ ഏതൊക്കെ കോഴ്സ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തരണമെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കറക്റ്റ് വേയിലൂടെ നിങ്ങൾക്ക് ചെയ്യണമെങ്കിലും അതിന് നല്ലൊരു ഏജൻസി നിങ്ങൾക്ക് വേണം. ആ ഒരു ഏജൻസിയിലാണ് ഈ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. അല്ലാതെ എനിക്കോ മറ്റൊരാൾക്കോ ഇത് ചെയ്ത് പെട്ടെന്ന് തരാൻ പറ്റുന്നൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ച് പാടാണ്. കാരണം ഒരു യൂണിവേഴ്സിറ്റി കണ്ടുപിടിക്കുക, അവിടെ നമ്മുടെ ഡീറ്റെയിൽസ് കൊടുക്കുക, പിന്നെ നമ്മുടെ ട്യൂഷൻ ഫീസ് കാര്യങ്ങളെല്ലാം അടച്ച് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഒരു ഏജൻസി വഴി വരാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ എന്തായാലും മെസ്സേജ് അയയ്ക്കുക. DM-ൽ എനിക്ക് മെസ്സേജ് അയയ്ക്കുക. സ്റ്റുഡൻറ്റ് വിസ, പോളണ്ട് വിസയെക്കുറിച്ച് അറിയാനാണെന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചാൽ നിങ്ങളുടെ സംശയങ്ങളൊക്കെ വീഡിയോ അടിയിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മെസ്സേജ് ഇത്രയേ ഉള്ളൂ വീഡിയോ. ജെന്യുവൻ ആയിട്ടുള്ള ഏജൻസി വഴി, അതായത് പ്രോപ്പറായിട്ട് നിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നമ്മുടെ വീഡിയോ അടിയിൽ കമൻറ്റ് ഇടുകയോ അല്ലെങ്കിൽ എൻ്റെ DM-ൽ മെസ്സേജ് അയക്കുകയോ ചെയ്താൽ മതി. കൂടുതലായിട്ടുള്ള ഡീറ്റെയിൽസ് നമ്മുടെ ടീം തന്നെ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. നിങ്ങൾക്ക് വേണ്ട കോഴ്സ്, നിങ്ങളുടെ മാർക്കെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് വേണ്ട കോഴ്സ് ഏതാണെന്നും നിങ്ങൾക്ക് പറ്റുന്ന കോഴ്സ് ഏതാണെന്നും ഏത് കൺട്രിയാണ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നതെന്നും. ഇപ്പോൾ ഡിപ്ലോമ ഉള്ളവർക്ക് എല്ലാ കൺട്രിയിലും പോകാൻ പറ്റത്തില്ല. ഡിപ്ലോമ ഉള്ളവർക്ക് മാൾട്ടയിലൊക്കെ പോകാൻ പറ്റും. അതുപോലെ തന്നെ കോഴ്സസ് ഏതൊക്കെ കോഴ്സസ് ആണ് നല്ലത്, കിട്ടിയ മാർക്കും നിങ്ങൾ പഠിച്ച കോഴ്സസും ഒക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഒരു കൺട്രി ചൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ആ ഒരു ടീം നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യും. ഓക്കെ, എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ അവർ പറഞ്ഞു തരുന്ന എല്ലാം A to Z കാര്യങ്ങൾ നിങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾക്ക് തരും. ഓക്കെ, ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട. ഏത് സമയം ആ ഒരു ടീം നിങ്ങളുടെ കൂടെ കാണും. അതായത് നിങ്ങൾ ഒരു സ്റ്റുഡൻറ്റ് വിസ നോക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ ലിത്വാനിയയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ അതുപോലെ ലാറ്റ്വിയയിൽ ചെയ്യുന്നുണ്ട്, പിന്നെ പോളണ്ടിൽ ചെയ്യുന്നുണ്ട്, പിന്നെ ജർമ്മനിയൊക്കെ ചെയ്യുന്നുണ്ട്. ജർമ്മനിയിലൊക്കെ ആകുമ്പോൾ കുറച്ച് മാസ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ജർമ്മനിയിലോട്ട് അവർ റെഫർ ചെയ്യുന്നത്. ഓക്കെ, കാരണം അവിടെ ചെല്ലുമ്പോൾ ലാംഗ്വേജിൻ്റെ ഇഷ്യൂ ഉണ്ട്. ലാംഗ്വേജൊക്കെ പഠിച്ചവർക്ക് ജർമ്മനി ചെന്ന് കഴിഞ്ഞാൽ സുഖമാണ്. B2 ലെവലൊക്കെ വരെ പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചോദിച്ച് മനസ്സിലാക്കാം. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവർ ക്ലിയർ ചെയ്ത് തരും. അത്യാവശ്യം പ്രൊഫഷണലായിട്ട് ചെയ്യുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് 100% വിശ്വസിക്കാം. എന്നെ നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അവരെ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ സ്റ്റുഡൻറ്റ് വിസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫാസ്റ്റായിട്ട് നടക്കുന്ന പ്രൊസീജിയറാണ്. ഒരിക്കലും ഒരു വർക്ക് വിസയെ പോലല്ല. കാരണം നിങ്ങൾക്ക് 6 മാസം അതിനുള്ളിൽ നിങ്ങൾ ഉറപ്പായിട്ട് ഇവിടെ എത്തും.
അത് ഇവിടെ അല്ല, നിങ്ങൾ ഇനി എവിടെ കൊടുത്താലും നിങ്ങൾക്ക് എത്താൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ 100% ഗ്യാരണ്ടിയാണ്. ഓക്കെ, പിന്നെ വന്നു കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുക. ഞാനിപ്പം വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ അത് ഫോക്കസ് ചെയ്തുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. കാരണം ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം പഠിക്കണം, അതിൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങൾ വാങ്ങണം. അതിൻ്റെ കൂടെ സൈഡിൽ കൂടെ നിങ്ങൾക്ക് പാർട്ട് ടൈം ആയിട്ടോ അല്ലെങ്കിൽ പറ്റുന്ന സമയങ്ങളിലൊക്കെ വർക്കിനിറങ്ങാം, വർക്ക് ചെയ്യാം. എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഞാൻ എന്തായിരിക്കും ഇത്ര ഉറപ്പ് പറയുന്നത് എന്നുള്ളത്. അതിൻ്റെ കാര്യം വേറൊന്നുമല്ല. കുറച്ച് നാൾക്ക് മുമ്പ് എനിക്കൊരു ലേഡി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അത് പോളണ്ടിൽ തന്നെ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന ഒരു ലേഡിയാണ്, സ്റ്റുഡൻ്റ് ആയിട്ട് വന്ന ഒരു ലേഡിയാണ്. ആ ലേഡി വന്ന ആ ഒരു വഴി കൂടെയാണ് നിങ്ങളെ ഞാൻ കൊണ്ടുവരാനായിട്ട് ആഗ്രഹിക്കുന്നത്. അവർ നല്ല രീതിയിൽ ചെയ്യുന്ന ആൾക്കാരാണ്. ഓക്കെ, നല്ല പോസിറ്റീവായിട്ടുള്ള റിവ്യൂസാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ ഒരുപാട് ടീം അവരുടെ കൂടെ ഉണ്ട്. പിന്നെ വർക്ക് വിസ ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. വർക്ക് വിസയുടെ കാര്യങ്ങൾ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. കൊറേഷ്യയിലേക്ക് എനിക്കൊരു വർക്ക് വിസ വന്നിട്ടുണ്ട്. അത് കുറച്ചധികം വേറെ ആൾക്കാരെ ആവശ്യമുണ്ട്. അത് ഞാൻ എന്തായാലും അറിയിക്കുന്നതായിരിക്കും, അപ്ഡേഷൻ ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ചും കൂടെയൊക്കെ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും ഞാൻ വീഡിയോ കൂടി തന്നെ ഞാൻ അറിയിക്കാം. ചെയ്യുന്നുണ്ട് AC മെക്കാനിക്കും എഞ്ചിനീയറിങ്ങും BCom ഒക്കെ പഠിച്ചവരൊക്കെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് നല്ല നല്ല വേക്കൻസികൾ എന്തായാലും ഉറപ്പായിട്ടും വരും. അപ്പോൾ മച്ചാന്മാരെ, ഇത്രയേ ഉള്ളൂ വീഡിയോ. ഇനി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഡൗട്ട് കാര്യങ്ങളൊക്കെ നിങ്ങൾ ഉറപ്പായിട്ടും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. ഞാൻ അതിന് റിപ്ലൈ എന്തായാലും തരാം. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.